ഹലോ മുത്തുമണികളെ, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ തലമുടിയുടെ വേരുകളെ പോലും കറുപ്പിക്കാൻ സഹായിക്കുന്നതും നമ്മുടെ ഐബ്രോസൊക്കെ പുരികമൊക്കെ നല്ല രീതിയിൽ കറുപ്പിക്കാൻ സഹായിക്കുന്നതും പുരികം കൊഴിഞ്ഞു പോകുന്നതിനും പുരികം നരയ്ക്കാതിരിക്കുന്നതിനും തലമുടി നരയ്ക്കാതിരിക്കുന്നതിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള നല്ലൊരു പായ്ക്കാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. പുരികം നല്ല രീതിയിൽ കട്ടിയായിട്ട് വളർന്നിരിക്കുന്നതും കട്ടിയോടുകൂടി ഇരിക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പം അതിനായിട്ടുള്ള ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, നല്ല കറുപ്പ് വന്നില്ലേ മുടിക്ക്? എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. നമ്മുടെ എന്താ പറയുക, ഏതോ ഒരു പടത്തിനകത്തല്ലേ ഇങ്ങനെ പിരികമൊക്കെ ഇങ്ങനെ കറുപ്പിച്ച് എഴുതിയ ഒരാൾ, അയാളെപ്പോലും ഇരിക്കുന്നു കണ്ടിട്ട്. പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പുരികം നന്നായിട്ട് കറക്കാനും അതുപോലെ തന്നെ പുരികം നന്നായിട്ട് വളരാനും ചിലർക്ക് പുരികം കൊഴിഞ്ഞു പോകാറുണ്ടല്ലേ, നമ്മുടെ മുടി കൊഴിയുന്നതുപോലെ തന്നെ പുരികം കൊഴിഞ്ഞു പോകാറുണ്ട്. അതിൻ്റെ പുരികത്തിൽ നമ്മുടെ ആ ഒരു വൈറ്റ് ഹെയർ പോലെ ഉണ്ടാകാറുണ്ട് അല്ലേ, വെളുത്ത മുടികൾ ഉണ്ടാകാറുണ്ട് പുരികത്തിന് ഇടയ്ക്കിടയ്ക്ക് ചിലവർക്ക് ഉണ്ടാകാറുണ്ട്. ഇത് പ്രായം ചെന്നവരിലും ഉണ്ടാവും, പ്രായം കുറഞ്ഞ ആൾക്കാരിലും ഉണ്ടാവും. ചിലപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവും തൈറോയിഡിൻ്റെ പ്രശ്നവും ടെൻഷൻ കാരണവും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പുരികവും ഇതുപോലെ കൊഴിയുകയും പിന്നെ പുരികം വെളുക്കുകയും പുരികത്തിൽ വെളുത്ത മുടി ഉണ്ടാവുകയും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ പുരികമൊക്കെ നല്ല രീതിയിൽ കറുപ്പോടുകൂടി ഇരിക്കാനായിട്ടും നല്ല തിക്നെസ്സോടുകൂടി വളരാനായിട്ടും ഒക്കെയുള്ള ഒരു ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ പുരികമൊക്കെ നല്ല രീതിയിൽ കറുത്തിരുന്നാലായിട്ട് നമുക്ക് കണ്ണിന് ഒരു തിളക്കവും മുഖത്തിന് നല്ലൊരു സൗന്ദര്യമൊക്കെ കിട്ടത്തുള്ളൂ. നമ്മുടെ കണ്ണിൻ്റെ പീലികൾ ചിലർക്ക് പൊഴിഞ്ഞു പോകാറുണ്ട്. ആ ഒരു അവസരത്തിലും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൺപീലി പൊഴിയുമ്പോഴും കൺപീലി നല്ല തിക്കായിട്ട് വളരാനായിട്ടും. അപ്പോൾ എല്ലാവരും എന്താണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണണം. പിന്നെ നമ്മുടെ ഫെയർനെസ് ഓയിൽ വേണ്ടവരും ഹെയർ ഓയിൽ വേണ്ടവരും വാട്സപ്പിൽ വന്നാൽ മതി. അപ്പം നല്ല റിസൾട്ടാണ് നമ്മുടെ ഫെയർനെസ് ഓയിലിന്. ഇന്നലെ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ, മുഖത്തിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഗ്ലോ. ഞാൻ ഒരു സാധനവും തേക്കുന്നില്ല ഇപ്പം, കാരണം വെറുതെ ജസ്റ്റ് ഒന്ന് പിന്നെ കണ്ണും മുഖവും എഴുന്നേ ഉള്ളൂ. കാരണം എനിക്ക് നല്ല ഫേസ് നോക്കിയപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ ഉള്ള പോലെ തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ഒന്നും ഫേസിൽ തേച്ചിട്ടില്ല. പിന്നെ ഒന്നും ആ ഒരു ഫെയർനെസ് ഓയിൽ തേക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഗ്ലോ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തേക്കണം. ചെറുതായിട്ടൊന്ന് പൗഡർ ഇട്ടിട്ടുണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ആ ഒരു ഫെയർനെസ് ഓയിൽ നല്ല ഗ്ലോ വരുന്നുണ്ട് നമുക്ക് തേക്കും തോറും. നല്ലൊരു എന്താ പറയുക, നല്ലൊരു മിനുസമൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഫേസിന്. അപ്പോൾ ഫെയർനെസ് ഓയിൽ വേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി. അതുപോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. ഞാൻ കാണിക്കുന്ന എല്ലാം നാച്ചുറൽ ടിപ്സുകളാണ്. അതൊക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമ്മൾ UK, കാനഡ, അതുപോലെ തന്നെ പല സ്ഥലങ്ങളും, മുംബൈ, പിന്നെ പല പല സ്ഥലങ്ങളിൽ നമുക്ക് കോള് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, പിന്നെ നമ്മുടെ ദുബൈ, ഇവിടെ നിന്നൊക്കെ നമുക്ക് നമ്മളെ വാട്സപ്പ് കോളൊക്കെ വിളിക്കാറുണ്ട്. നമ്മുടെ ആ ഒരു ബ്യൂട്ടി ടിപ്സൊക്കെ കാണുന്നുണ്ട്, നമ്മുടെ ചാനൽ കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് എൻ്റെ വീഡിയോ മുമ്പോട്ട് എത്തിക്കുന്നത്. നല്ല നല്ല ടിപ്സുകൾ, അതായത് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. ചർമ്മ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ, നമ്മുടെ തൊടിയിലും വീട്ടുമുറ്റത്തും നമ്മുടെ അടുക്കളയിൽ തന്നെയുണ്ട് പരിഹാരം. അതിനായിട്ട് ആരും ഒരിടത്തും മൂടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് പാർലറിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കാനായിട്ടും ഹോട്ട് ഓയിൽ മസാജും ഹെഡ് മസാജും അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് നല്ല ബോഡി മസാജും ഫേഷ്യൽ മസാജും ഒക്കെ കൊടുക്കാനായിട്ടും, പിന്നെ മാസത്തിലൊരിക്കൽ നമുക്ക് നല്ലൊരു ഹെർബൽ ഫേഷ്യലൊക്കെ ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് പാർലറിൽ പോകണം. കാരണം നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിയും ഏറ്റവും നല്ലത് മറ്റുള്ളവർ ചെയ്തു തരുന്നത് നമ്മളാണ്. നമുക്ക് കുറച്ചും കൂടെ റിസൾട്ട് കൂടുതലും നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്നതും. അതുകൊണ്ട് മാസത്തിലൊരിക്കൽ മസ്റ്റായിട്ടും പൈസ ഉള്ളവർ പാർലറിൽ പോകണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് പാർലറിൽ പോയാലും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ, നാച്ചുറൽ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിന് വേണ്ടി ചെയ്തെടുക്കാവുന്നതാണ്. അത് നല്ല റിസൾട്ടുമാണ്. നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇല്ല, നമുക്ക് യാതൊരു തലവേദനയും ഇല്ല, നല്ല റിസൾട്ടും കിട്ടും, യാതൊരു ടെൻഷനും ഇല്ല. അപ്പോൾ നമ്മുടെ പുരികമൊക്കെ നല്ല രീതിയിൽ കറക്കാനായിട്ടൊക്കെ ഉള്ള സംഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അറിയണ്ടേ? എന്നാൽ വായോ. തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി തേക്കാനുള്ള സാധനമാണ് നമ്മുടെ ഒരു കരിഞ്ജീരകവും ഒരു ടേബിൾ സ്പൂൺ അടുത്ത് കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 5-6 കുഞ്ഞ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനൊരു ഇരുമ്പ് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇരുമ്പ് ചീനിച്ചട്ടി നിന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചൊരു ചട്ടിയാണ്, ഹെന്ന ഒക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇരുമ്പിൻ്റെ അംശം ഉള്ളതാണ്, ഇരുമ്പ് ചീനിച്ചട്ടിയാണെന്നാണ് പറയുന്നത് കേട്ടോ.
അങ്ങനെ പറഞ്ഞ് വാങ്ങിച്ചതാണ്. എന്തായാലും ഹെന്നയൊക്കെ വെക്കുമ്പോൾ നല്ലതായിട്ട് കറുപ്പ് കിട്ടുന്നുണ്ട്. എന്തായാലും ആ ചട്ടിയിലോട്ടാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഫ്രൈ എന്ന് പറഞ്ഞാൽ നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ചെറിയ രീതിയിലിട്ടാൽ വറക്കാവുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട്. കുറച്ചേ അതുകൊണ്ട് വേഗമാകും. ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിലാണ് പാട്. നമുക്ക് പിരികത്തി മാത്രമാണ് കുറേ ദിവസം തേക്കാനുണ്ട് കേട്ടോ. എന്തായാലും ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ ആ ഒരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും മതി നമുക്ക്. ഇനി നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുകൊണ്ട് നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുത്ത എങ്ങനെ ഒരു ഇടികലിനകത്തോട്ട് നമുക്ക് ഈ കരിഞ്ജീരകം ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ കരിഞ്ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഇവിടെ എന്താ പറയുക, നമ്മുടെ കരിഞ്ജീരകം പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ചെറിയ ഉള്ളിയുടെ നീര് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള നീര് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മൂന്നല്ല, ഒരു 3 തുള്ളി എന്ന് പറയുമ്പോൾ കുറച്ച് വീണ് കേട്ടോ. അത്രയും വീണാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 3, 4, 5, 6 തുള്ളിയൊക്കെ ഒഴിക്കാം. നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഈ എങ്ങനെയാണെന്ന് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം പുരികക്കൊടികളൊക്കെ നന്നായിട്ട് കറക്കണ്ടേ നമുക്ക്. അപ്പം അതിനായിട്ട് ഞാൻ എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഉണ്ടാക്കുന്ന എല്ലാം കണ്ടല്ലോ എങ്ങനെയാണെന്ന്. നിസ്സാര സംഭവം, നമ്മുടെ വീട്ടിലുള്ള സാധാരണ നിസ്സാര സംഭവം മാത്രം മതി. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മൾ റൊട്ടീനായിട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ ഒരു പിന്നെ വേണ്ടേ നല്ല കറുപ്പ് കിട്ടുന്ന ആ ഒരു സംഭവം ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് തേക്കുമ്പം തന്നെ നല്ല കറുപ്പാണ് കണ്ടോ. ഇത് നമുക്ക് താടിയിൽ തേക്കാം, തലമുടിയിൽ തേക്കാം, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ തേക്കുമ്പോൾ എന്താണ്, അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുത്തിട്ട് ഉപയോഗിക്കുക. നല്ല രീതിയിൽ നമ്മുടെ നല്ല മുടി കറുപ്പ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ എന്താണ് മുടി കൊഴിച്ചിൽ മാറാനായിട്ടും ഒക്കെ നല്ലതാണ് ഈ ഒരു പായ്ക്ക്. അപ്പോൾ ഇത് ഞാൻ പുരികത്തിൻ്റെ ആ കാര്യമാണ് പറഞ്ഞതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചുണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കി. അപ്പോൾ നമ്മുടെ പുരികത്തിലോട്ട് നമുക്ക് തേച്ച് കൊടുത്താലോ. അപ്പം ഇങ്ങനെ കണ്ടോ, പുരികത്തെ തേക്കുമ്പം തന്നെ നല്ലൊരു കറുപ്പാണ് കണ്ടോ. എങ്ങനെയുണ്ട് കണ്ടോ. കണ്ടോ, പുരികത്തെ തേക്കുമ്പോൾ എൻ്റെ പുരികത്തിന് ഓൾറെഡി കറുപ്പുണ്ട്. അതുകൊണ്ട് ഇതുകൂടെ തേച്ചപ്പം ഭയങ്കര കറുപ്പായിപ്പോയി. അപ്പോൾ പുരികത്തിന് കറുപ്പില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എനിക്കല്ലേ ചെയ്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു റൗണ്ട് മസാജ്. അയ്യോ, എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. നമ്മുടെ എന്താ പറയുക, ഏതോ ഒരു പടത്തിനകത്തല്ലേ ഇങ്ങനെ പിരികമൊക്കെ ഇങ്ങനെ കറുപ്പിച്ച് എഴുതിയ ഒരാൾ, അയാളെപ്പോലെ ഇരിക്കുന്നു കണ്ടിട്ട്. അപ്പോൾ എൻ്റെ പുരികത്തിന് കറുപ്പുള്ളത് കൊണ്ട് ഒന്നുകൂടെ കറുപ്പ് തോന്നിക്കും. അപ്പം നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തെടുക്കണം. ഒരു മിനിറ്റ് നമുക്കൊന്ന് മസാജ് ചെയ്താൽ മതി കേട്ടോ. ഒത്തിരി നേരമൊന്നും വേണ്ട. ഒരു വെച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. മസാജാണ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നല്ല എഫക്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഏതൊരു കാര്യവും ഞാൻ കാണിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് മസാജ് ചെയ്ത് കാണിക്കത്തില്ല. അതുപോലെ നിങ്ങളങ്ങ് ചെയ്താൽ മതി. അപ്പോൾ നല്ല രീതിയിലൊന്ന് 1 മിനിറ്റോളം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ കട്ടിക്ക് വളരാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, പുരികത്തിന് നല്ല കറുപ്പും കിട്ടുന്നു. നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെന്താണ്, പുരികത്തിലൊന്ന് ഇതൊന്ന് തേച്ച് ഒരു പായ്ക്ക് പോലെ ഇങ്ങനെ പിടിപ്പിക്കുക കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ തേച്ചിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം എന്താണ് ചെയ്യുന്നതെന്ന്. ഓക്കെ. അപ്പോൾ ഇത് തേച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒന്നും കൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്ത് കൊടുക്കുക നല്ലതായിട്ട്. അതിനുശേഷം നമുക്ക് ഒട്ടും സോപ്പോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കരുത്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന്
തുടച്ച് മാറ്റാം. ഇത് നമ്മളൊന്ന് തുടച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ മൊത്തം തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തുടച്ച് മാറ്റുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഒരു പുരുകത്തിന് നല്ലൊരു കറുപ്പ് വന്നിട്ടുണ്ട്. എനിക്ക് തുടച്ച് മാറ്റി കഴിയുമ്പോൾ കണ്ട എൻ്റെ പുരുകം നോക്കി. എനിക്ക് ഓൾറെഡി പുരുകത്തിന് കറുപ്പുള്ളത് കൊണ്ട് അതുകൂടെ തേച്ച് കഴിഞ്ഞിട്ട് തുടച്ചപ്പോൾ നല്ലൊരു കറുപ്പാണ്. നല്ലതായിട്ട് കറുപ്പ് എടുത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ തുടച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ, നല്ല കറുപ്പ് എടുത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിതിൻ്റെ ആവശ്യമില്ല. അപ്പം നിങ്ങൾ കറുപ്പും അതായത് പിരികത്തിനൊട്ടും കളറില്ലാത്തവരും നല്ല കട്ടി കുറവുള്ളവരും ഒക്കെ നിങ്ങൾ തേച്ചിട്ട് ഇത് ഒന്നും സോപ്പിട്ടൊന്നും ഉപയോഗിക്കല്ലേ. വെറുതെ ഇതുപോലെ നനഞ്ഞ തുണി ഇട്ടിട്ട് തുടച്ച് കളഞ്ഞാൽ മതി. അതവിടെ ഇരുന്നോട്ടെ, ഒരു പ്രശ്നവും ഇല്ല. എന്നിട്ട് നിങ്ങൾ സാധാരണ കുളിക്കുന്ന സമയത്ത്, അതായത് കുളിക്കുന്ന നമ്മൾ മുഖം കഴുകുമല്ലോ, ആ സമയത്ത് കഴുകിക്കളഞ്ഞോ. നമ്മൾ എപ്പോഴും ചെയ്യുമ്പം രാത്രിക്ക് കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അത് കുറച്ചും കൂടെ പിടിക്കും രാത്രി കിടന്നുറങ്ങുമ്പോൾ. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കുളിക്കുമ്പോൾ നന്നായിട്ട് മുഖം കഴുകിയാൽ മതി. അല്ലാതെ അന്നേരം തന്നെ ഇത് നല്ലപോലെ സോപ്പ് ഉപയോഗിച്ചോ ഫേസ് വാഷ് ഉപയോഗിച്ചോ ഒന്നും കഴുകിക്കളഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റിയാൽ മതി. അപ്പം തന്നെ നമ്മുടെ പുരികത്തിൻ്റെ ആ ഒരു നല്ല രീതിയിലൊരു കറുപ്പ് അവിടെ നിന്നോളും. കണ്ടോ, തേക്കുമ്പോൾ തന്നെ നല്ലൊരു കറുപ്പാണ്. അതുപോലെ തന്നെ ഞാനിത് മുടിയിലും ഒന്ന് തേച്ച് കാണിക്കാം. അപ്പം ഞാൻ എൻ്റെ മുടിയിലൊന്ന് തേച്ച് കാണിക്കാം. കണ്ടോണേ, എൻ്റെ മുടിക്ക് അത്യാവശ്യം കറുപ്പുള്ള ആളാണ്. അതുകൊണ്ട് മുടിയിലും ഇതുപോലെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് പുരികത്തിൽ മാത്രമല്ല നമ്മുടെ തലമുടിയിലും ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം. നല്ല കറുപ്പ് കിട്ടും. കണ്ടോ, നല്ല കറുപ്പ് കിട്ടും നമ്മുടെ തലമുടിക്ക് ഇത് തേച്ചാലായിട്ട്. അപ്പോൾ ഇതെന്നാണ്, നമുക്ക് വെളുത്ത മുടിയെ തേക്കുമ്പം കറക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് നല്ലപോലെ നമ്മുടെ മുടിയെ തേച്ച് ഹെയർ പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ നമ്മൾ പതിവായിട്ട് ഉപയോഗിച്ച് പോകുമ്പോൾ എന്താണ്, നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ കറുത്ത് വരും. അതായത് വെളുത്ത മുടി കുറയും നമ്മളിത് തേച്ച് പായ്ക്ക് രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ മതി. അപ്പം കളർ കുറഞ്ഞ മുടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് പതിവായിട്ട് തേക്കുന്ന മൂലം മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇതുപോലെ ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് തേച്ച് പിടിപ്പിച്ച് മൊത്തം മുടിയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. കണ്ടോ, നല്ലൊരു കറുപ്പ് വന്നില്ലേ മുടിക്ക് ഇത് തേക്കുമ്പോൾ? കണ്ടോ, നല്ല കറുപ്പ് വന്നില്ലേ മുടിക്ക്? അപ്പം നമുക്ക് അങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം, മുടിയിലൊക്കെ തേക്കുന്നവരാണെങ്കിൽ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ നോർമൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ എന്താണ്, നമുക്ക് യാതൊരു പ്രശ്നങ്ങളും വരത്തില്ല. നല്ലൊരു മുടി കറക്കാനായിട്ട് ഉപയോഗിക്കാം. കുഞ്ഞു കുട്ടികൾക്കും ഒക്കെ ഉപയോഗിച്ച് കൊടുക്കാം. യാതൊരു കെമിക്കലും ഒന്നുമില്ല ഇതിനകത്ത്. ഉള്ളിയും ചെറിയുള്ളിയുടെ നീരും നമ്മുടെ കരിഞ്ജീരകം മുടി കറക്കാൻ ഏറ്റവും ബെസ്റ്റാണെന്ന് അറിയാമല്ലോ. ഞാൻ കരിഞ്ജീരകവും കറിവേപ്പിലയും ഉലുവയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കടുകും ചേർത്തിട്ടുള്ളൊരു ഹെയർ പായ്ക്ക്, അതായത് ഡൈ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ലതാണ് നമ്മുടെ കരിഞ്ജീരകം. തലമുടി നല്ല കറുത്ത് വരാനായിട്ടും ഒരു ഹെയർ പാക്കായിട്ട് നമുക്കിത് ഉപയോഗിച്ച് പോകാം. അപ്പോൾ ഒന്നുകൊണ്ട് 2 ഗുണമുണ്ട്. നമ്മുടെ പിരികം നല്ല കട്ടിയായിട്ട് വളരാനായിട്ടും അതുപോലെ ആണുങ്ങൾക്ക് താടിക്കൊക്കെ തേക്കാം. ഞാൻ എൻ്റെ എണ്ണ കാച്ചുന്നതിനകത്തൊക്കെ ചെറിയുള്ളി ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. കുഞ്ഞുമക്കൾക്കൊക്കെ തേച്ച് കൊടുക്കാം. തലയിലും തേക്കാം, പുരികത്തിലും തേക്കാം. പുരികമില്ലാത്ത കുഞ്ഞുമക്കൾക്കൊക്കെ ഇത് തേച്ച് കൊടുക്കാം. ഒരു പ്രശ്നമില്ല. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.